പുല്ലപ്പുറയിൽ ഒരിടത്ത് പ്രസംഗിച്ചോണ്ടിരിക്കുക. ഒരു ഓമനയമ്മ ഓടി വന്നു, ഉപദേശിമാരെ എന്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊരു കൊച്ചുമകനുണ്ട്, ബാംഗ്ലൂരിൽ പോയതാ, പഠിക്കാൻ പോയ സ്ഥലത്ത് വെച്ച് MDMA അടിച്ച് ചെറുക്കനെ ആകെപ്പാടെ പ്രയാസത്തിൽ കിടക്കുക. ഞങ്ങൾ ചെന്നപ്പോ മരിച്ചു, അവനെ കണ്ടാ പോയിക്കുകയല്ല, മുൻപല്ലുകളെല്ലാം കൊഴിഞ്ഞു. പിന്നെ ഇവിടെയും കീറിയ പാൻറ്, ഇവിടെയും കീറിയ പാൻറ്. ഈ കീറിയ പാൻറ് കൂടുതൽ ഇരുന്നവർ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഉണങ്ങിയും തോന്നും. സ്വോത്രം. ആദാം പാപം ചെയ്തപ്പോ നഗ്നനാന്ന് കണ്ടപ്പോ അവനൊരു നാണക്കേട് തോന്നി. ഇപ്പോഴത്തെ ഓരോരുത്തരും ഒരു നാണക്കേട് കിട്ടും. പത്തനാപുരത്തൂടെ പോയപ്പോ ഒരു പെൺകൊച്ച് പെറ്റിക്കോട്ട് ഇട്ടോണ്ട് പോകുന്നു. ഞാൻ വിചാരിച്ചു 5ാം ക്ലാസ് വല്ലോ, ഒന്നുമല്ല. പിന്നെ നോക്കിയപ്പോഴാ ഒരു കൊച്ചിനെയും കൂടെ പിടിച്ചോണ്ടാ ഇവിടെ പെറ്റിക്കോട്ട് ഇട്ടുകൊണ്ട് പോകുന്നു. എന്റെ പൊന്നപ്പനെ, കൂടുതൽ മേപ്പോട്ട് പോകുന്നതിന് നീ വന്നേക്കണേ കർത്താവേ. എന്റെ പ്രിയമക്കളെ, മ്ലേച്ഛത അറിയാൻ വയ്യാത്തൊരു ലോകം ഇതെവിടെ ചെന്ന് നിൽക്കും? യാതൊരു ലക്ഷ്യബോധമില്ലാത്തൊരു സമൂഹം. പോട്ടെ, വിടുക. പിന്നെ വായിച്ചോമനെ, ബിംബാരാധികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഉപരി എന്തിനെ ആരാധിച്ചാലും ആമീൻ, മനുഷ്യനെ ആരാധിക്കുവാൻ ഒരേ ഒരാളെ ഉള്ളൂ. ആമീൻ, ദൈവം മാത്രം. ദൈവത്തിന്റെ ദാസനായ യോഹന്നാന് വെളിപ്പാട് കൊടുത്ത ദൂതനോട്, ദൂതന്റെ മുമ്പിൽ യോഹന്നാൻ മുട്ടുകുത്തി. ഉടനെ ദൂതൻ പറഞ്ഞു, ഞങ്ങളെ ആരാധിക്കരുത്. ആരാധന, അഡോറേഷൻ. നിങ്ങൾ പറയാൻ ഇഷ്ടം, അഡോറേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് പറയുന്നത് ആരാധന കേട്ടോ. ദൈവമേ, നീ സ്നേഹവാനാണ്. ദൈവമേ, നീ വിശുദ്ധനാണ്. ദൈവമേ, നീ എനിക്ക് നല്ലവനാണ് പറഞ്ഞിട്ടുണ്ടോ? ആരാ പറയണ്ടേ? അനുഭവം പറയണം. കഴിഞ്ഞകാലത്തിൽ കൈപ്പിലൂടെ പോയപ്പോ, സങ്കടത്തിലൂടെ പോയപ്പോ, സഹോദരി മനുഷ്യർ നിന്നെ മാറ്റി നിർത്തിയപ്പോ നീ പറഞ്ഞില്ലേ, എനിക്ക് നീ നല്ലവനാണ്. ആരാധനയാണ്. നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവർ പറയണം. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞേച്ച് വായിക്കുമനെ, പോസ്റ്റ് പറയുന്ന അത് മാത്രം പറഞ്ഞപ്പം ഏവരും എന്ന് പറഞ്ഞു. പോസ്റ്റ് ലൈ എത്ര സൈസ് ഉണ്ട്? പോസ്റ്റ് എത്ര സൈസ് ഉണ്ട്? പോസ്റ്റ് 2 സൈസ്, വൈറ്റ് ലൈൻ ആൻഡ് ബ്ലാക്ക് ലൈൻ. ഹലോ, കറുത്ത കള്ളമുണ്ട്, വെളുത്ത കള്ളമുണ്ട്. വെളുത്ത കള്ളം എന്ന് പറഞ്ഞാൽ ലാലിച്ചാനി